തൃശൂലം കയ്യിലേന്തി ഇന്ത്യ, പേടിച്ചു വിറച്ച് പാകിസ്ഥാൻ. ഇന്ത്യയുടെ തൃശൂലത്തിൽ ആകെ തകർന്നിരിക്കുകയാണ് പാകിസ്ഥാൻ എന്ന രാജ്യം. റാൻ ഓഫ് കച്ചിൽ പിന്നെയും സംഘർഷത്തിന്റെ മഴമേഘങ്ങൾ മൂടി തുടങ്ങി. വീണ്ടും ഒരു മഹായുദ്ധം ആഗതമാവുകയാണോ? തന്ത്രപ്രധാനമായ റാൻ ഓഫ് കച്ച് മേഖലയും സിർ ക്രീക്ക് പ്രദേശവും വീണ്ടും ശ്രദ്ധാകേന്ദ്രമാവുകയാണ്. ഇന്ത്യൻ സായുധ സേനയുടെ സംയുക്ത സൈനിക അഭ്യാസമായ തൃശൂൽ 2025 ഒക്ടോബർ 30 ഗുജറാത്ത് തീരത്ത് ആരംഭിക്കാൻ ഒരുങ്ങുന്നതാണ് ഇതിനുള്ള പ്രധാനപ്പെട്ട കാരണം. പാകിസ്ഥാൻ അതിർത്തിയോട് ചേർന്നുള്ള ഈ പ്രദേശത്ത് നടക്കുന്ന സൈനിക നീക്കം രാജ്യത്തിന്റെ പ്രതിരോധ ശേഷി വിളിച്ചോതുന്നതാണ്. കര, നാവിക, വ്യോമസേനകൾ ഒരുമിക്കുന്ന ഈ സുപ്രധാന അഭ്യാസത്തിനായി വൻതോതിലുള്ള സന്നാഹങ്ങളാണ് ഇന്ത്യ ഒരുക്കിയിട്ടുള്ളത്. കരസേന, പ്രധാന യുദ്ധ ടാങ്കുകൾ, സായുധ ഹെലികോപ്റ്ററുകൾ, മിസൈൽ സംവിധാനങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന ഒരു ഡിവിഷനെ തന്നെ വിന്യസിച്ചിട്ടുണ്ട്. മരുഭൂമിയും ചതുപ്പു നിലവും ഇടകലർന്ന ഈ ഭൂപ്രകൃതിയിലെ യുദ്ധതന്ത്രങ്ങൾ പരീക്ഷിക്കപ്പെടും. നാവികസേനയാകട്ടെ യുദ്ധക്കപ്പലുകളായിട്ടുള്ള ഫ്രിഗേറ്റുകളും ഡിസ്ട്രോയറുകളും ഗുജറാത്ത് തീരത്ത് നിലയുറപ്പിച്ചു കഴിഞ്ഞു. തീരദേശ സുരക്ഷയും നാവിക പ്രതിരോധ ശേഷിയും വർദ്ധിപ്പിക്കുകയാണ് ഇവരുടെ ലക്ഷ്യം. വ്യോമസേനയുടെ സുഖോയ് 13, MKI റാഫാൽ യുദ്ധവിമാനങ്ങളും അഭ്യാസത്തിന്റെ ഭാഗമാകുമെന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് മേഖലയും സിർ ക്രീക്ക് ചാനലും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ തർക്കം നിലനിൽക്കുന്ന രണ്ട് പ്രദേശങ്ങളാണ്. പാകിസ്ഥാൻ സൈന്യം മേഖലയിൽ അടുത്തിടെ സൈനിക ശേഷി വർദ്ധിപ്പിച്ചതിനെ തുടർന്നാണ് ഇന്ത്യയുടെ ഈ മുന്നൊരുക്കം. പശ്ചിമ അതിർത്തിയിൽ ഏത് സാഹചര്യവും നേരിടാൻ സജ്ജമാണെന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഇരു രാജ്യങ്ങളുമുള്ള ശക്തമായ സന്ദേശമാണ് തൃശൂൽ 2025. ഒക്ടോബർ 30 തുടങ്ങി നവംബർ 10 വരെ നീളുന്ന 12 ദിവസത്തെ അഭ്യാസം സംയുക്ത ഓപ്പറേഷനുകളിലെ ഏകോപനം, പ്രതിരോധ ആക്രമണ തന്ത്രങ്ങൾ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ്. ഇന്ത്യയുടെ ത്രിതല സൈന്യത്തിന്റെ ശക്തി വിളിച്ചോതുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അഭ്യാസങ്ങളിൽ ഒന്നായിട്ടാണ് തൃശൂൽ വിലയിരുത്തപ്പെടുന്നത്. ഇന്ത്യൻ സൈനിക അഭ്യാസം നടക്കുന്ന ഗുജറാത്ത് തീരത്തോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ പാകിസ്ഥാൻ സേന, പ്രത്യേകിച്ചും അവരുടെ ആർമി യൂണിറ്റുകളും കമാൻഡോകളും ഹൈ അലേർട്ട് നിലയിലാണുള്ളത്. സർക്രീക്കിന് സമീപമുള്ള ഫോർവേഡ് പോസ്റ്റുകളിൽ പാകിസ്ഥാൻ കരസേന വൻതോതിൽ സൈനികരെയും അതുപോലെ തന്നെ മറ്റ് സന്നാഹങ്ങളെയും എത്തിച്ചതായിട്ടാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇന്ത്യയുടെ ടാങ്കുകളും ആയുധങ്ങളും ഉൾപ്പെടുന്ന ഡിവിഷൻ പരിശീലനം നടത്തുന്ന അതേ സമയത്ത് തന്നെ തങ്ങളുടെ അതിർത്തികൾ സംരക്ഷിക്കാനുള്ള പ്രതിരോധ നടപടികളായിട്ടാണ് പാക് സൈന്യം സ്വീകരിച്ചിരിക്കുന്നത്. അതായത് പാകിസ്ഥാൻ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഏത് സമയത്തും ഒരു ആക്രമണം പ്രതീക്ഷിക്കുന്ന തരത്തിലാണ് ഒരു പ്രതിരോധം അവിടെ തീർത്തിരിക്കുന്നത്. തൃശൂൽ പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ പാകിസ്ഥാൻ നാവികസേനാ മേധാവി അഡ്മിറൽ നവീദ് അഷ്റഫ് സിർ ക്രീക്ക് മേഖലയിലെ മുൻനിര പോസ്റ്റുകൾ സന്ദർശിച്ചത് ഈ വിഷയത്തിന്റെ ഗൗരവമാണ് വർദ്ധിപ്പിക്കുന്നത്. സർ ക്രീക്ക് മുതൽ ജീവാനി വരെയുള്ള ഞങ്ങളുടെ സമുദ്ര അതിർത്തിയുടെ 1 ഇഞ്ച് പോലും വിട്ടുകൊടുക്കില്ല എന്ന് അദ്ദേഹത്തിന്റെ പ്രസ്താവന പാക് സൈന്യത്തിന്റെ നിലപാട് വ്യക്തമാക്കുന്നതാണ്. ഇന്ത്യയുടെ നോട്ടോം വിജ്ഞാപനത്തിന് പിന്നാലെ പാകിസ്ഥാൻ തങ്ങളുടെ മധ്യ തെക്കൻ വ്യോമപാതകളിൽ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇത് ഇന്ത്യൻ സൈനിക അഭ്യാസത്തിനുള്ള മുൻകരുതലായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. ഇന്ത്യ പാക് അതിർത്തിയിലെ 96 കിലോമീറ്റർ നീളമുള്ള വേലിയേറ്റ ചാലാണ് ഈ സിർ ക്രീക്ക്. സാമ്പത്തികമായും തന്ത്രപരമായും ഏറെ പ്രാധാന്യമുള്ള ഈ മേഖലയിലെ അതിർത്തി നിർണയം ഇപ്പോഴും വലിയൊരു തർക്ക വിഷയം തന്നെയാണ്. ഇന്ത്യയുടെ തൃശൂൽ സൈനികാഭ്യാസം സൈനിക സന്നാഹങ്ങൾ വർദ്ധിപ്പിച്ചിട്ടുള്ള ഒരു ശക്തി പ്രകടനമായി പാകിസ്ഥാൻ നോക്കിക്കാണുന്നുണ്ട്. നിലവിലെ സൈനിക വിന്യാസങ്ങൾ 1965 യുദ്ധത്തിന് മുൻപുള്ള തന്ത്രങ്ങളെ ഓർമ്മിപ്പിക്കുന്നതായും ചില പ്രതിരോധ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട്. അതായത് ഇന്ത്യയും പാകിസ്ഥാനും പുതിയൊരു യുദ്ധത്തിലേക്ക് കടക്കുന്ന രീതിയിലുള്ള വാർത്തകളാണ് ഇതിൽ നിന്നും വരുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഗുജറാത്ത് തീരത്ത് ഇന്ത്യയുടെ തൃശൂൽ മുഴങ്ങുമ്പോൾ സിർ ക്രീക്ക് മേഖലയിൽ പാകിസ്ഥാൻ സൈന്യത്തിന്റെ ജാഗ്രതയും വിന്യാസവും വർദ്ധിക്കുന്നത് അതിർത്തിയിലെ നിലവിലെ സാഹചര്യം കൂടുതൽ ശ്രദ്ധേയമാക്കുന്നുണ്ട്. എന്തായാലും ഗുജറാത്തിലെ തന്ത്രപ്രധാനമായ സിർ ക്രീക്ക് മേഖലയിൽ ഇന്ത്യൻ സായുധ സേനയുടെ സംയുക്ത സൈനികാഭ്യാസം തൃശൂൽ 2025 ആരംഭിക്കാനിരിക്കെ പാകിസ്ഥാൻ സൈനിക നേതൃത്വം കടുത്ത പരിഭ്രാന്തിയിലാണ് എന്നതാണ് ഈ റിപ്പോർട്ടുകളൊക്കെ നമ്മളോട് പറയുന്നത്. അതായത് പതിവായ ഒരു സൈനിക അഭ്യാസം എന്നതിലുപരി പാകിസ്ഥാന്റെ പശ്ചിമ അതിർത്തിയിൽ ഇന്ത്യ നടത്തുന്ന ഈ വൻ ശക്തി പ്രകടനം അയൽരാജ്യത്തിന് വലിയ ഭീഷണിയായി മാറിയിരിക്കുകയാണ് എന്നതാണ് യാഥാർത്ഥ്യം. ഇന്ത്യൻ നീക്കങ്ങളോട് പാകിസ്ഥാൻ പ്രതികരിച്ച രീതി അവരുടെ ആശങ്കയുടെ ആഴം വെളിപ്പെടുത്തുന്നുണ്ട്. തൃശൂർ സൈനിക അഭ്യാസത്തിനുള്ള നോട്ടോം വിജ്ഞാപനം ഇന്ത്യ പുറത്തിറക്കിയതിന് പിന്നാലെ പാകിസ്ഥാൻ തങ്ങളുടെ മധ്യ തെക്കൻ വ്യോമപാതകളിൽ തിരക്കിട്ട് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയായിരുന്നു. സാധാരണ സൈനിക അഭ്യാസങ്ങൾ ഇത്രയും വലിയ തോതിലുള്ള വ്യോമപാത നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് അസാധാരണമാണെന്നും പാകിസ്ഥാൻ ഒരു മിസൈൽ പരീക്ഷണമോ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള അപ്രതീക്ഷിത ആക്രമണമോ ഭയക്കുന്നുണ്ടെന്നും പ്രതിരോധ വിദഗ്ധർ ഇതിനോടകം തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇതുകൊണ്ടൊക്കെ തന്നെ സൈനിക തലത്തിൽ ഹൈ അലേർട്ട് ആണ് അവിടെ ഉള്ളത്.
പാകിസ്ഥാൻ കരസേനയും നാവികസേനയും അതിർത്തിയിലെ തങ്ങളുടെ എല്ലാ കമാൻഡുകളും ബേസുകളും ഉയർന്ന ജാഗ്രതാ നിർദ്ദേശത്തിൽ ആക്കിയിരിക്കുകയാണ്. പാക് നാവികസേനാ മേധാവി നേരിട്ട് സിർക്രീക്ക് മേഖല സന്ദർശിച്ചത് സ്ഥിതിഗതികൾ വിലയിരുത്തിയതും സൈനികരെ അഭിസംബോധന ചെയ്തതും പാക് നേതൃത്വത്തിന്റെ ആശങ്കയാണ് വ്യക്തമാക്കുന്നത്. സിർക്രീക്ക് മേഖലയിലെ തന്ത്രപരമായ പ്രാധാന്യം പാകിസ്ഥാനെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. അതായത് 96 കിലോമീറ്റർ നീളമുള്ള ഈ ചതുപ്പ് നിലത്തിൽ ടാങ്കുകളും ആയുധങ്ങളുമായി ഇന്ത്യൻ കരസേന നടത്തുന്ന അഭ്യാസം ഈ പ്രദേശത്ത് എന്ത് സാഹസം കാണിച്ചാലും ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന ഇന്ത്യയുടെ മുന്നറിയിപ്പായിട്ടാണ് പാകിസ്ഥാൻ നോക്കിക്കാണുന്നത്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അടുത്തിടെ നടത്തിയ ഒരു പ്രസ്താവന പാകിസ്ഥാന്റെ ഭയം വർദ്ധിപ്പിച്ച പ്രധാന ഘടകമാണ്. സിർക്രീക്ക് മേഖലയിൽ സാഹസികമായ ഒരു നീക്കം നടത്താൻ പാകിസ്ഥാൻ ധൈര്യപ്പെടുകയാണെങ്കിൽ അതിനുള്ള മറുപടി ചരിത്രത്തെയും ഭൂമിശാസ്ത്രത്തെയും മാറ്റിമറിക്കുന്നത്ര ശക്തമായിരിക്കുമെന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇന്ത്യയുടെ കടുത്ത നിലപാട് വ്യക്തമാക്കുന്നതാണ്. കഴിഞ്ഞ കുറെ നാളുകളായി പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള തർക്കത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇതിനെ നമ്മൾ നോക്കിക്കാണേണ്ടത്. ടാങ്കുകളും മിസൈലുകളും വഹിക്കുന്ന കരസേനാ ഡിവിഷൻ, ഫ്രിഗേറ്ററുകളും ഡിസ്ട്രോയറുകളും ഉൾപ്പെടുന്ന നാവികസേന, റഫാലുകളും സുഖോയികളും അണിനിരക്കുന്ന വ്യോമസേന, ഇന്ത്യയുടെ ഈ ത്രിതല സൈനിക ശക്തിയുടെ ഒരുമിച്ചുള്ള പ്രകടനം പാക് അതിർത്തിയിൽ പ്രതിരോധത്തിന്റെയും ഭീഷണിയുടെയും ഒരു പുതിയ തരംഗം തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. കേവലം ഒരു പരിശീലനം എന്നതിനപ്പുറം പാകിസ്ഥാനുള്ള ശക്തമായ ഒരു സന്ദേശമായി തൃശൂർ 2025 ഇതിനോടകം തന്നെ മാറിക്കഴിഞ്ഞു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ തർക്കങ്ങൾ നിലനിൽക്കുന്ന റാൻ ഓഫ് കച്ച്, സിർക്രീക്ക് മേഖലകളിൽ ഇന്ത്യയുടെ തൃശൂർ 2025 സൈനിക അഭ്യാസം നടക്കുന്നത് അതീവ ഗൗരവത്തോടെയാണ് അന്താരാഷ്ട്ര സമൂഹം നിരീക്ഷിക്കുന്നത്. അതായത് ഇത് കേവലം ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ഇടയിൽ മാത്രം നടക്കുന്ന ഒരു സൈനിക അഭ്യാസം അല്ല എന്ന് സാരം. സാധാരണ സൈനിക പരിശീലനങ്ങൾ പോലും അതിർത്തിയിൽ ആശങ്കയുണ്ടാക്കാറുണ്ട്. നിലവിലെ രാഷ്ട്രീയ സൈനിക പശ്ചാത്തലത്തിൽ ഇത്രയും വലിയൊരു സംയുക്ത സൈനികാഭ്യാസം പ്രശ്നം വഷളാക്കാനും വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കാനുള്ള സാധ്യതയുമുണ്ട്. സൈനിക അഭ്യാസമാണ് നടക്കുന്നത് എങ്കിലും പാകിസ്ഥാൻ ഇതിനെ ആക്രമണത്തിനുള്ള മുന്നൊരുക്കമായിട്ട് കണക്കാക്കാനുള്ള സാധ്യതയുണ്ട്. ഇന്ത്യൻ കരസേനയുടെ ടാങ്കുകളും നാവികസേനയുടെ യുദ്ധക്കപ്പലുകളും വ്യോമസേനയുടെ യുദ്ധവിമാനങ്ങളും ഒരേ സമയം വിന്യസിക്കുമ്പോൾ പാകിസ്ഥാൻ സൈനിക നേതൃത്വത്തെ ഇത് കേവലം പരിശീലനമായി കാണാൻ പ്രാപ്തരാക്കുന്നില്ല. ഒരു പ്രതിരോധ നീക്കം എന്ന പേരിൽ പാകിസ്ഥാൻ നടത്തുന്ന ചെറിയ പ്രകോപനങ്ങൾ പോലും വലിയ സംഘർഷത്തിലേക്ക് ഇനി വഴി മാറിപ്പോകും. അതായത് നിലവിൽ ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നങ്ങൾക്ക് ചിലപ്പോൾ യുദ്ധത്തിന്റെ മാനം വരെ കൈവരാൻ സാധ്യതയുണ്ട് എന്നത്. സിർക്രീക്ക് മേഖലയിലെ അതിർത്തി തർക്കം കാലങ്ങളായി നിലനിൽക്കുന്ന ഒന്ന് തന്നെയാണ്. ഈ തർക്ക മേഖലയിൽ ഇന്ത്യ സൈനിക ശക്തി പ്രകടിപ്പിക്കുന്നത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ പരമാധികാരത്തിന് നേരെയുള്ള ഒരു വെല്ലുവിളി തന്നെയാണ്. ഇത് അന്താരാഷ്ട്ര വേദിയിൽ ഈ വിഷയം വീണ്ടും ശക്തമായി ഉന്നയിക്കാൻ പാകിസ്ഥാന് അവസരവും നൽകും. ഇരു രാജ്യങ്ങൾക്കും ഇടയിലെ നയതന്ത്ര ബന്ധം കൂടുതൽ വഷളാവാനുള്ള സാധ്യതയും ഇവിടെയുണ്ട്. നമുക്കറിയാവുന്നതാണ്, പെഹൽഗാം ആക്രമണത്തിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം വലിയ രീതിയിൽ വഷളായിട്ടുള്ളതാണ്. ഇന്ത്യയുടെ നീക്കത്തിൽ പാകിസ്ഥാൻ സൈനിക നേതൃത്വം പരിഭ്രാന്തരായി എന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഈ പരിഭ്രാന്തിയുടെ ഫലമായി പാകിസ്ഥാൻ ഒരു പ്രതിരോധപരമായോ മുൻകരുതലോ എന്ന നിലയിൽ അവരുടെ സൈന്യത്തെ അപ്രതീക്ഷിതമായി മുന്നോട്ട് വിന്യസിക്കാനോ അല്ലെങ്കിൽ വ്യോമപാതയിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനോ സാധ്യതയുണ്ട്. ഇത്തരം നീക്കങ്ങൾ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഒരു നിഴൽ യുദ്ധ സാഹചര്യം സൃഷ്ടിക്കുകയും അനാവശ്യമായ ഭയം വളർത്തുകയും ചെയ്യും. ഇന്ത്യൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ മുന്നറിയിപ്പും പാക് നാവികസേനാ മേധാവിയുടെ ഒരു ഇഞ്ച് പോലും വിട്ടുകൊടുക്കില്ല എന്ന പ്രസ്താവനയും മേഖലയിലെ സംഘർഷ സാധ്യതകൾ വർദ്ധിപ്പിക്കാൻ മാത്രമാണ് ഉപകരിച്ചിട്ടുള്ളത്. പരസ്പരം ശക്തമായ സൈനിക മുന്നറിയിപ്പുകൾ നൽകുമ്പോൾ അതിർത്തി പ്രദേശങ്ങളിൽ താമസിക്കുന്ന സാധാരണ ജനങ്ങൾക്ക് ഇത് വലിയ സുരക്ഷാ ഭീഷണിയാകുന്നുണ്ട്. കേവലം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിൽ പോലും ബുദ്ധിമുട്ടുന്നത് സാധാരണ മനുഷ്യരാണല്ലോ. കൂടാതെ തെക്കേ ഏഷ്യൻ മേഖലയുടെ മൊത്തത്തിലുള്ള സമാധാനത്തിനും അസ്ഥിരതയ്ക്കും ഈ സാഹചര്യം കോട്ടം വരുത്തും. തൃശൂർ 2025 ഇന്ത്യൻ സൈന്യത്തിന്റെ തയ്യാറെടുപ്പ് ഉറപ്പാക്കാനുള്ള ഒരു പരിശീലനം മാത്രമാണ് എങ്കിലും നിലവിലെ ഭൗമരാഷ്ട്രീയ സാഹചര്യത്തിൽ ഇത് അതിർത്തിയിലെ പിരിമുറുക്കം വർദ്ധിപ്പിക്കുന്നു എന്നതിൽ സംശയമില്ല. ഇരു രാജ്യങ്ങളും സംയമനം പാലിക്കുകയും നയതന്ത്ര തലത്തിൽ ഈ വിഷയത്തെ സമീപിക്കുകയും ചെയ്തിട്ടില്ല എങ്കിൽ സൈനികാഭ്യാസം വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല. അപ്പോൾ ഈ വിഷയത്തെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നതെന്ന് ഇപ്പോൾ തന്നെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു വാർത്തയുമായി വീണ്ടും എത്താം. നന്ദി.